ഒരു കാര്യം അറിയോ, നമ്മളെ ചുറ്റിനും ഒളിഞ്ഞിരിക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ യാത്രയാണെങ്കിൽ പോലും അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്നവരൊക്കെ യഥാർത്ഥ യാത്രക്കാരെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എവിടെയെന്നറിയാം, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പൂങ്കുന്ന് ഹിൽസ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമുള്ളൊരു സ്ഥലത്താണ്. അതായത് പ്രകൃതി ഭംഗി കൊണ്ട് അണിഞ്ഞൊരുങ്ങിയൊരു സുന്ദരിയായൊരു കുന്നിനെ മേലെയാണ് നിൽക്കുന്നത്. അത്രയും ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഈ പൂങ്കുന്ന് ഹിൽസിൻ്റെ വളരെ ഭംഗിയേറിയ കാഴ്ചകൾ കേട്ടോ. അതായത് എൻ്റെ ചുറ്റിനും കാണാൻ കഴിയുന്നത് അത്രയും മനോഹരമുള്ള സ്ഥലത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ താഴെ മുതൽ ഈ മലൻ്റെ ടോപ്പ് വരെ പോകുന്ന മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം യാത്ര ചെയ്യാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 8 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഇങ്ങോട്ടാ? അതെ, ഇതാട്ടോ വഴി. അപ്പോൾ താഴ്ന്നുള്ള വഴിയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഒരു ചെറിയൊരു അരുവി എന്തോ ഒഴുകുന്നു തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അപ്പോൾ കുറച്ച് മല കയറാനുണ്ട്, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല പച്ചപ്പുണ്ട്, നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ആവശ്യത്തിന് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ. കുറേ ആളുകൾക്ക് ഇതാ അപ്പോൾ അവിടെ നിന്ന് വരുന്ന കാണാൻ കഴിയും. നമ്മളിപ്പോൾ കുറച്ച് നടന്നിട്ട് ഇവിടം വരെ എത്തി, കണ്ടില്ലേ. ഈ ഭാഗത്തും ചെറിയ പച്ചപ്പ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ഉണങ്ങിയിട്ടാണ്. ഇനി മേലെ കയറുന്ന എന്താ അവസ്ഥ അറിയില്ല. ബാക്കി ഭാഗത്ത് നല്ല മരങ്ങളും കാര്യങ്ങളും എല്ലാവരും നല്ല വിശാലമായി പരന്ന് നടക്കുന്ന ഒരു വലിയൊരു ഭൂപ്രദേശം കേട്ടോ. പിന്നെ ആ ഭാഗത്ത് കുറച്ച് മഞ്ഞ് എപ്പോഴും ഉണ്ട്. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട് കേട്ടോ, 8:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. രാവിലെ വന്നാലാണ് ശരിക്കും ഇവിടുത്തെ കാഴ്ചകൾ നേരിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ കഴിയുള്ളൂ. കണ്ടില്ലേ, നമുക്ക് മല കുറച്ചുകൂടി കയറാം കേട്ടോ. നമുക്ക് മേലെ ടോപ്പ് വരെ നടന്ന് കയറാനുണ്ട്. അവിടുന്ന് ആളുകളൊക്കെ കാണാൻ കഴിയും. കണ്ടില്ലേ, കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ആളുകൾ വരുന്നത് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് പൂങ്കുന്നിൻ്റെ. എന്താ പറയുക, അപ്പോൾ ഒരു 5 മണി 5:30 6 മണിയാകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ആ മഞ്ഞിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അതിമനോഹരമാണ്. നമുക്ക് എന്തോന്ന് മിസ്സായി. നമ്മൾ ചെറിയൊരു കാരണവശാലൊന്നും വൈകിയതാണ്. ഞാൻ നേരത്തെ ഒരു 6-6:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങിയതാണ് ഉണ്ടോ. നമ്മൾ ഏറെക്കുറെ കയറി പകുതിയോളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഇപ്പോഴും ഇറങ്ങി വരുന്നുണ്ട്. രാവിലെ പോയ ആളുകളാണ്. നല്ല വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് മേലെ കയറും തോറും നല്ല നല്ല വ്യൂ ആണ്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കുക, അവിടെ ഇവിടെ ഇട്ട് കച്ചറാക്കരുത്. ഇതുപോലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൊണ്ട് നിക്ഷേപിക്കുക കേട്ടോ. ഇപ്പോൾ 2 വഴികൾ അങ്ങോട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. ഓരോ വഴികളിൽ കൂടെ ഒക്കെ പോയി നോക്കാം കേട്ടോ. ഇപ്പോൾ വീണേനെ വലിയൊരു പാറക്കെട്ട് കാണാൻ കഴിയും ഭാഗത്തായിട്ട്. ഇങ്ങനെ ഓരോ വഴികളിലൂടെ ഇങ്ങനെ പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. അതേ പോയിട്ട് ഇങ്ങനെ വേറെ വഴി ജോയിൻ്റ് ആയുണ്ട് കേട്ടോ. ഇതിൽ പോവാം. വരുന്ന വഴികളൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല കയറാൻ. വന്ന് കയറിയ വഴികളാട്ടെ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് ദൂരം കയറി നടന്ന് ഇവിടം വരെ എത്തി. ഇതാ കുറച്ചുകൂടെ കയറാനുള്ളൂ. നല്ലൊരു ഇളം വെയിൽ, നല്ല ഇളം വെയിലടിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മനോഹരമുള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കുറച്ചുകൂടി കയറാനുണ്ട് മേലോട്ട്. അതപ്പോൾ പെട്ടെന്ന് മേലെ കയറിയിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പോണ വഴിക്കുള്ള എന്തൊക്കെ ചെറിയ ചെറിയ കാഴ്ചകളുണ്ടോ
അതൊക്കെ നമ്മൾ പകർത്തുന്നുണ്ട് കേട്ടോ. ഓ നോക്കിയേ എന്ത് രസമാണ്. അപ്പോൾ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്തുന്നില്ല കേട്ടോ മേലെ, കുറച്ച് നേരം കയറാൻ തുടങ്ങിയിട്ട്. കണ്ടില്ലേ ഒരു ചെറിയ ഇടുങ്ങിയ വഴികളാട്ടോ. കയറുന്നതിന് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അമ്മീ നല്ല ഇടുങ്ങിയ വഴികളതുകൊണ്ട് ചെറിയ വഴിയാണ് കേട്ടോ. പക്ഷേ ചുറ്റിനും ഇതുപോലെ ഇതുപോലെ ചെടികളിലായിരുന്നു കൊണ്ട് കൈ തട്ടുമ്പോൾ ചൊറിയുന്നുണ്ട്. അയ്യോ വല്ലാത്തൊരു വൈബ് കേട്ടോ. ഞാൻ ഇത്രത്തോളം കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇത്രത്തോളം ആളുകൾ ഇവിടെ പ്രതീക്ഷിച്ചില്ല. താഴെ ഞാൻ മേലെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ആളുകൾ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴികൾ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഈ മണ്ണ് കുറച്ച് റിസ്ക് ആട്ടോ. നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ നിരങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സാധാ സ്ലിപ്പറുള്ള ചെരുപ്പിട്ട് വന്നു കഴിഞ്ഞാൽ മൂക്കും കുത്തി നിലത്തെടുക്കും. സോ നല്ല ബൂട്ട് പോലത്തെ എന്തെങ്കിലും കട്ടിയുള്ള ഷൂസൊക്കെ ഇട്ട് വരികയാണെങ്കിൽ സുഖമായിട്ട് കയറാം കേട്ടോ. അപ്പോൾ ഞാനൊരു വാണിംഗ് തന്നുള്ളൂ. നമ്മൾ പേരക്കുളം മലേൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുറച്ച് ടോപ്പ് എത്തിയപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് പുകകളെങ്ങനെ പോകണ കാണാൻ കഴിയും. ഇവിടെ വീട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടവറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ആ ഭാഗത്ത്. അങ്ങനെ അപ്പുറത്തെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഴ്ച നമ്മളിപ്പോൾ നടന്ന് എത്തി. നമ്മളിപ്പോൾ ഏറെക്കുറെ 90% കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ മേലുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നടന്ന് കുറച്ച് കഷ്ടപ്പെട്ടാൽ നടന്ന് എത്തിയിട്ടോ മേലെ. കണ്ടില്ലേ കുറേ ആളുകളൊക്കെ മരിക്കണം കാണാൻ കഴിയുന്നില്ലേ. ഇവിടുത്തെ വ്യൂ നോക്കുക ഗൈസ്, ഒരു രക്ഷയില്ല അല്ലേ. ഫുള്ള് മഞ്ഞുകൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ ഭാഗത്തും. സൂര്യനിങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണോ നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. അയ്യോ എന്താ രസം. എൻ്റെ മോനെ ഇവിടുത്തെ കാശ് നോക്കുക ഗൈസ്. എന്തൊക്കെയോ വലിയ ബിൽഡിങ്ങൊക്കെ കാണാൻ കഴിയും. എന്താണെന്ന് അറിയില്ല. നോക്കാം ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഒരു രക്ഷയില്ല. കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. താഴത്തെ അവിടെ താഴെ നോക്കുമ്പോൾ തെങ്ങ്, ഈ കാണാൻ ഫുള്ള് തെങ്ങുകളാട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയാം. ഫുള്ള് തെങ്ങുകളാണ്. കുഞ്ഞു കുഞ്ഞു ചെറുതായില്ലേ കാണുന്നില്ലേ. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കാണാൻ കഴിയും. കുറേ ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നല്ലൊരു മരമുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ 1-2 മരങ്ങളുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ ഏറെക്കുറെ മുകളിലെത്തിയിട്ട് നമുക്ക് ഇനി ആ ഭാഗത്തൂടെ നിന്ന് നടന്ന് കയറാനുണ്ട്. കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. ഇവിടെ മേലത്ത് നല്ല കാറ്റുണ്ട്. നമുക്ക് ചൂടൊന്നും അറിയുന്നില്ല ഒരുപാട്. എന്തായാലും കാണാൻ വേറെ ലെവല് കാഴ്ച. കണ്ടില്ലേ കുറേ ആളുകളുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മരം. നല്ലൊരു ഇവിടെ 1-2 മരങ്ങൾ ഇതുപോലെ ഉണ്ട്. കുറേ ആളുകൾ കയറിയിരുന്നതിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾ വൈബ് അടിച്ചിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചിറങ്ങുന്നത്. അവർ മുഖത്ത് കാണാൻ കഴിയുമല്ല ക്ലിയർ ആയിട്ട്. രക്ഷയില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഇത്രത്തോളം ആളുണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അത്രത്തോളം ജനക്കൂട്ടം ഉണ്ട്. ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്ര ആളുണ്ടാവുന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. കാരണം ഇതാണ് ഈ കുന്നിൻ്റെ ഭംഗിയാട്ടോ. അതിന് ഏറ്റവും വലിയ കാരണം ഒന്നും പറയില്ല. വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇത്രയും മനോഹരമായിട്ടൊരു മുഞ്ചുള്ളൊരു കുന്നാട്ടോ. നോക്കി ഞങ്ങൾ
ഊപ്പി വെള്ളം കൈ കരുതിയിട്ട് കയറി കേട്ടോ. വീണ്ടും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോരോ സ്പോട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ പരന്നെടുക്കുന്ന ഭൂമി മാത്രമല്ല, ഓരോ ഇതുപോലെ കുഞ്ഞു കുന്നിൻ്റെ സ്പോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് മേലോട്ട്. നമ്മളിപ്പോൾ ചെറിയൊരു പാറക്കെട്ടിൻ്റെ മേലെയായിട്ട് നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അയ്യോ കണ്ടില്ലേ? ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം ഗൈസ്. നിങ്ങൾ എന്ത് മനോഹരമായ കാഴ്ച. ഒന്നും പറയാനില്ല ഗൈസ്, വാക്കുകൾ കിട്ടുന്നില്ല. ഇവിടെ നമുക്ക് ഏറെക്കുറെ ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ കഴിയും. കുറേ ബിൽഡിങ്സും കാര്യങ്ങളും, താഴെ കുന്നും മലയും ചെരുവും എല്ലാം കാണും. ചെറിയൊരു ടൗണൊക്കെ കാണാൻ കഴിയും താഴത്ത്. ആളുകളൊക്കെ പോകണ കാണിച്ചു കേട്ടോ. ഈ കാണുന്ന വന്ന് തിരിച്ചു പോകുന്ന ആളുകളാട്ടോ. എത്രത്തോളം ആളുണ്ട് കണ്ടില്ലേ? ഇനിയുണ്ട് മേലെ ഇഷ്ടംപോലെ ആളുകൾ തിരിച്ചു വരാനായിട്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്താണെന്ന് അറിയിച്ചതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പുഴുവിൻ്റെ കൂടാണോ അല്ലെ വേറെ എന്തെങ്കിലും ജന്തുവിൻ്റെ കൂടാണോ എന്നൊരു ഐഡിയ ഇല്ല. അറിയുന്നവരെന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ? അയ്യോ വഴി തെറ്റിയോ? നോക്കാം, നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഞാൻ പറഞ്ഞ കൂടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തോ ഒരു ജീവിൻ്റെ തോന്നുന്നു. അപ്പോൾ അതിലോട്ട് ഒരുപാട് പോകുന്നില്ല. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഗൈസ് ആദ്യം. ഓ, ഈ മരത്തിനൊക്കെ ഒരു ഭംഗിയുണ്ടല്ലോ നിങ്ങൾ. ഇലകളില്ലെങ്കിൽ പോലും ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു മരം നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മളെല്ലാം ആസ്വദിക്കണം ഗൈസ്. നമ്മൾ വഴി തെറ്റിയോ എന്നൊരു സംശയം. ഇല്ല, എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ അപ്പുറത്തോട്ട് കയറിയിട്ടുണ്ട്. നടന്ന് അവസാനം മേലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ല എങ്ങനെയാ ഇപ്പോൾ ഇത് കയറുക? 5 മിനിറ്റ് ചാടിക്കിറക്കട്ടെ. 1 2 3 അമ്മേ. ഒന്നിനെ മേലെ എത്തിയിട്ടുണ്ട്. അതാ പോയി. ഓ, ഇപ്പോഴാണ് ഞാൻ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്. നോക്കാം, കണ്ടില്ല നിങ്ങൾ? എന്ത് മനോഹരമായിട്ട് കാഴ്ച. നല്ല കാറ്റ്, ചൂടെടുക്കും. ഇത്രയും മല കയറി വന്നിട്ടുള്ള എന്താ പറയുക, ചൂടൊന്നും സത്യം പറഞ്ഞാൽ എടുക്കുന്നില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ഉണ്ട്. രാവിലെ തന്നെ ഒന്നും ഭക്ഷണം പോലും കഴിക്കാൻ നമ്മൾ മല കയറാൻ വന്നിരിക്കുകയാണ്. അതിൽ ചെറിയൊരു മല നിൽക്കണ കാണാൻ കഴിയും, കണ്ടില്ലേ? അപ്പോൾ ഇതാട്ടെ ഇതിൻ്റെ മേലെ നിന്നുള്ള കാഴ്ച. നല്ല ഭംഗിയില്ലേ? നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇങ്ങനെ ഫുള്ള് വ്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇപ്പോഴും ആ മഞ്ഞിൻ്റെ അംശങ്ങൾ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് കൂടുതൽ കാണാൻ കഴിയും. ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും ഈ ഭാഗത്തായിട്ട്. അതൊക്കെ പറക്കണമൊക്കെ പക്ഷി പരുന്നാട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുന്നിൻ്റെ ഇങ്ങനെ മേലെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ താഴെ ഇറങ്ങാൻ പോകുന്നു. ഇപ്പോൾ അവിടെ ഉള്ള കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പുല്ലുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഈ സ്ഥലം? അടിപൊളിയല്ലേ? ഇത് കണ്ടില്ലേ ഗൈസ്? ഇതുപോലെ കുറേ ചെടികൾ കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. അതുകൊണ്ടോ തന്നെ ഇപ്പോൾ പൂങ്കുന്ന് പേര് വരാൻ കാരണം. പ്ലെയിനൊക്കെ പോകുന്നുണ്ട്, കാണാൻ കഴിയുന്നില്ല, മേലോട്ട് നോക്കാൻ കഴിയുന്നില്ല. വഴി ഏതാണെന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ ഗൈസ്. ഇപ്പോൾ ആളുകൾ നടന്ന വഴികളാണിത്. പോയി നോക്കി, ഇത് എങ്ങനെ പോയി നോക്കാം കേട്ടോ. ഉണ്ടോ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ, ടവറൊക്കെ കാണാൻ കേട്ടോ. ഇവിടുന്ന് ഇലക്ട്രിസിറ്റി ലൈൻ ഇവിടുന്ന് ഇങ്ങനെ നേരെ മേലോട്ട് കയറി താഴോട്ട് പോകുന്നുണ്ട്. ഇതാ പോകുന്നത് ഗൈസ് പ്ലെയിൻ. എവിടെ കാണുന്നില്ലല്ലോ. എവിടെ കാണില്ലേ? ഇല്ല, കുറേ ആളുകൾ ഇപ്പോഴും മേലെ ഉണ്ട് കേട്ടോ. ബാക്കി 10 പേരും തിരിച്ചു പോയായി. ഓക്കെ, ടവർ ഉണ്ടല്ലേ? ഇതാണ് കേട്ടോ പറഞ്ഞ ടവർ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മല ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ വെള്ളക്കുപ്പി കയ്യിൽ കരുതിയില്ല. ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയി. ഞാൻ എന്നും ഒരു ബോട്ടിൽ വെള്ളം കൈ കരുതുന്നതാണ്. ഞാൻ ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയി. ഇപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് താഴെ നല്ല വെള്ളം കുടിക്കണം. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ അത് രാവിലെ ഞാൻ ഒരു 6:30 ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് നേരത്തെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സങ്കടമായ കാര്യം. പക്ഷേ കുഴപ്പമില്ല, എന്നാലും ഞാൻ ഹാപ്പിയാണ്. മറ്റൊരു ദിവസം നമുക്ക് പുലർച്ചെ വന്നൊരു ദിവസം കാഴ്ച കാണാം കേട്ടോ ഇവിടുത്തെ. അപ്പോൾ നമ്മളിപ്പോൾ ഏറെക്കുറെ അടുത്ത് തിഞ്ഞിപ്പോൾ മേലെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കാൻ കഴിയുന്നില്ല. സോ ഇപ്പോൾ വേറൊരു സ്ഥലത്തുകൂടി പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ച കൂടി കാണണം. അപ്പോൾ എനർജി ഒരുപാട് കളയാൻ പാടില്ലല്ലോ. ഇനി മേലെ എത്തിയിട്ട് കുറച്ച് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മളങ്ങനെ മലേൻ്റെ മണ്ടയിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടുത്തുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ മേലെ എത്തുന്തോറും അങ്ങനെ അതിൻ്റെ ഭംഗി കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി നിങ്ങൾ, അടിപൊളിയല്ലേ? അവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അതൊക്കെ മഞ്ഞാണോ മേഘോടെന്ന് അറിയില്ല, മഞ്ഞാണ് തോന്നുന്നത്. കുറേ പക്ഷികളിങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്ത് രസമാണ് നോക്കുക അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഞാനിപ്പോൾ നടന്നു കൊടുക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഒരു പുല്ലിൻ്റെ മേട കേട്ടോ. പിന്നെ ഇവിടെ പൂവെന്ന് പേര് വരാൻ കാരണം എൻ്റെ ഒരു ഊഹപ്രകാരം ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. അതായത് പലതരം കളറിൽ കുറേ പൂക്കളുണ്ട്. പൂമ്പാരയൊക്കെ പറക്കുന്നത് കാണാൻ കഴിയും. എന്ത് രസമാണ് ഗൈസ്. ഇത് നോക്കിയാൽ നിങ്ങൾ, ഇങ്ങനൊരു വ്യൂ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോലെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആരും ഇതിന് മൈൻഡ് ചെയ്യുന്നില്ല. അതങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ, നമുക്ക് എപ്പോഴെങ്കിലും പോവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ അന്യ സംസ്ഥാനങ്ങളൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടെ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നല്ല, അത് കൂടെ നമ്മളെ സമൂഹത്തിന് ചുറ്റും നമ്മളിപ്പോൾ ജീവിക്കുന്ന ചുറ്റും ഇഷ്ടംപോലെ കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ ഒഴിവ് സമയങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് അതൊക്കെ നിങ്ങൾ ഇവിടുന്ന് ആളുകൾ ഇത്ര ഉള്ളൂ കേട്ടോ ആൾക്കാരെ കാണാൻ. ഇത്രയും ലോങ് നമ്മൾ നടന്ന് ഇങ്ങനെ വന്ന് കയറി. അപ്പോൾ ഇനി തിരിച്ചറിയാം കേട്ടോ. വെള്ളം കുടിച്ചില്ല, നാക്കൊക്കെ വറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ആളുകളൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുടുംബസമേതം കേട്ടോ ആളുകൾ വരുന്നത്. അപ്പോൾ ആർക്കും വേണമെങ്കിലും ഇവിടെ കയറാം. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതെന്താ മനസ്സിലായോ? ഇതെന്നാട്ടോ ചിത്രശലഭം ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്നത്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഉണ്ടല്ലേ? പൂങ്കുന്ന് പറയുമ്പോൾ അതിനെന്തോ ഒരു കാരണമുണ്ട്. ആ പൂങ്കുന്ന് എന്ന് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. പറയുന്നവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം. ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പൂക്കളുള്ള സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ചിത്രശലഭങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇഷ്ടംപോലെ പൂമ്പറ്റകളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ ആ ചിത്രശലഭം വിരിഞ്ഞിറങ്ങുന്ന സാധനമില്ലേ, ആ മുട്ട ഞാനത് പേര് പറയും, എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ സാധനം നേരിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ നടക്കുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഞാനിപ്പോൾ ആ സാധനം കണ്ടു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ പൂക്കൾ വിരിയുന്ന സമയമാണ് തോന്നുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പൂങ്കുന്ന് പേര് വരാൻ കാരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അറിയില്ല കേട്ടോ, ഒരു ഊഹം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഉണ്ടല്ലേ, ഇഷ്ടംപോലെ പൂക്കളുണ്ട്, എല്ലായിടത്തും പലതരം പൂക്കളുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പൂങ്കുന്ന് പേര് വരാൻ കാരണം. ഇതൊക്കെ ഗൈസ് നമ്മുടെ തലേൻ്റെ മേലെ കേട്ടോ ഈ ലൈന് കടന്നു വന്നത് ഉണ്ടല്ലേ. അതായത് താഴെന്ന് തുടങ്ങിയിട്ട് അങ്ങനെ മേലെ കയറി താഴെന്ന് ഈ മല കടത്തി അപ്പുറത്തോട്ട് ചടിക്കണം കേട്ടോ. ഈ ലൈനിൻ്റെ സൗണ്ട് വെക്കുന്നുണ്ടോ? ഒരു സൗണ്ട് കേട്ടോ. ഒരുപാട് നിൽക്കണ്ട, പണി കിട്ടും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ പൂങ്കുന്നിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്തുകൊണ്ടും എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ കിളികൾ വട്ടിട്ട് പറക്കണമൊക്കെ കുഞ്ഞു കിളികൾ എന്ത് രസമാണ്. നമ്മുടെ പ്രകൃതിനെ സ്നേഹിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ അതിൽ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ് അടിച്ച് കയറി ഇരിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സൊക്കെ പമ്പ കിടക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂങ്കുന്നിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ കൊച്ചി ഒരു ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.